ഈ വീഡിയോയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. ഇന്ത്യ ആക്സിലറേറ്റ്സ് ഓർബിറ്റൽ ഔട്ട് പോസ്റ്റ്. ഇതിങ്ങനെ കേൾക്കുമ്പം ആർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഈ ഓർബിറ്റൽ ഔട്ട് പോസ്റ്റ് എന്ന് ഇന്ത്യ ഉദ്ദേശിക്കുന്ന ആ ഒരു പദ്ധതി ലൂണാർ മിഷനാണ്. ലൂണാർ മിഷൻ മൂണിൻ്റെ സൗത്ത് സൈഡിൽ ഇന്ത്യ ഒരു പെർമനൻറ്റ് ലാൻഡിംഗ് സ്റ്റേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. 2028 നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ലോഞ്ച് നമ്മൾ നടത്തും. ഓർബിറ്റൽ ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഷട്ടിൽ നമ്മൾ ആരംഭിക്കും. ഇത് മൂണിൽ സൗത്ത് സൈഡിൽ ലാൻഡ് ചെയ്യിപ്പിക്കും. അവിടെ നമ്മൾ ഈ ഔട്ട് പോസ്റ്റ് ബിൽഡ് ചെയ്യാണ്. ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോൾ ഗേറ്റ് മാതൃകയിൽ. ഈ ടോൾ ഗേറ്റ് മാതൃക എന്താണെന്ന് പറഞ്ഞാൽ ആർക്ക് വേണേലും അവിടെ ഈസി ആയിട്ട് വന്നിട്ട് അവിടെ ഡോക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ലാൻഡിങ് ടേക്ക് ഓഫ് ഒരു വിഷയമായിട്ട് മാറുന്നില്ല. അപ്പോൾ മൂണിൽ നേരെ പോവുക, അവിടെ ഡോക്ക് ചെയ്യുക, മൂണിലേക്ക് ഇറങ്ങുക, എൻട്രി, എന്നിട്ട് മൂണിൽ ഗവേഷണം കാര്യങ്ങളൊക്കെ നടത്തുക, തിരിച്ച് അതേപോലെ തന്നെ ആ വണ്ടിയിൽ കയറുക, തിരിച്ചു വരിക. ഇതാണ് സംഭവം. അതിന് വേണ്ടിയിട്ട് ഒരു ഓർബിറ്റ് സാറ്റലൈറ്റും അതിൽ വന്നിട്ട് ഡോക്ക് ചെയ്യുന്ന പരിപാടി, അങ്ങനെ കുറച്ച് റിസ്കുകൾ ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അത് മാത്രം സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ 2 വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് തൽക്കാലം ബേസിക് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതിനെക്കുറിച്ച് ഇനി ഒരുപാട് വാർത്തകൾ ഇനി തുടരെ വരും മീഡിയകളിൽ. കുറച്ചുകൂടെ ഡീപ്പായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത്ര അഗ്രസീവായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ISROയുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾ കയറി വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ISRO എസ്റ്റാബ്ലിഷസ് ഓർബിറ്റൽ മൊഡ്യൂൾ ഫെസിലിറ്റി അറ്റ് ശ്രീഹരിക്കോട്ട. ഇത് സ്പെഷ്യലായിട്ട് എന്തിനാണെന്ന് പറഞ്ഞാൽ ഗഗൻയാൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ആംബിഷൻ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകിച്ച് ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ബിൽഡ് ചെയ്യുകയാണ്. വിജയാസ്ത്ര ലോയ്റ്ററിംഗ് ഡ്രോൺ. ഈ ഡ്രോൺ സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. പ്രിസിഷൻ ബാറ്റിൽ ഫീൽഡ് ഡോമിനൻസ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എൻഡ്യൂറൻസ് ലോങ് ടൈമിലേക്ക് ഇത് പ്രയോഗിക്കാം. അപ്പോൾ അങ്ങനെ ലോങ് ഡ്യൂറേഷനിലേക്കും ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. ഇതിൻ്റെ എൻഡ്യൂറൻസ്, ബാറ്ററി ചാർജസിൻ്റെ ലിമിറ്റ് അതൊന്നും തന്നെ ഇതിനെ ബാധിക്കില്ല. ഇത് ശരിക്കും സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യക്ക് ഒരുക്കുന്നത്. ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് ഒരു സമ്മാനം എന്നുള്ള നിലയിൽ അതിനെ പബ്ലിഷ് ചെയ്തെങ്കിലും ഇപ്പോൾ അതിനെ നൈസിന് റിമൂവ് ചെയ്തിരിക്കുന്നതായിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ, നമ്മുടെ മെയിൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ചല്ല ഇന്ത്യയുടെ മാപ്പ് അമേരിക്ക പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയുടെ മാപ്പ് മറ്റൊരു രാജ്യം പ്രസിദ്ധീകരിക്കുന്നതിനോട് ഇന്ത്യക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അതിനെ ഇന്ത്യ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയുടെ മാപ്പ് മറ്റൊരു രാജ്യം പ്രസിദ്ധീകരിച്ചുകൊണ്ടല്ല അതിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടത്. ഇന്ത്യയുടെ മാപ്പ് എന്താണെന്ന് ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ത്യ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രയത്നങ്ങളും ഇന്ത്യക്കുള്ളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഒരു രാജ്യം മാപ്പ് പബ്ലിഷ് ചെയ്ത് നമ്മളെ അങ്ങനെ സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അപ്പോൾ ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഒരു മറുപടിയും കിട്ടാത്ത സ്ഥിതിക്ക്, അമേരിക്കയ്ക്ക് ഒരു അപ്രിസിയേഷനും ഇന്ത്യ കൊടുക്കാത്ത സ്ഥിതിക്ക് നൈസിന് അമേരിക്ക അതിനെ അങ്ങ് ഒഴിവാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിൻവലിച്ചു ആ ഒരു മാപ്പ്. അത് പബ്ലിഷ് ചെയ്തപ്പോഴും ഇന്ത്യ ഒഫീഷ്യലി അതുമായിട്ട് പ്രതികരിച്ചിട്ടില്ല. അത് റിമൂവ് ചെയ്തപ്പോഴും ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല. US യൂസ്ഡ് പാകിസ്ഥാൻ ദെൻ ഡിസ്കാർഡഡ് ലൈക്ക് എ ടോയ്ലറ്റ് പേപ്പർ. ഇത് ഇന്ത്യക്കാരുടെ പ്രസ്താവനയൊന്നുമല്ല. ഇത് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് അമേരിക്കയെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനയാണ്. ഇതിലെല്ലാം ഉണ്ട്, ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ BLAയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ സപ്പോർട്ട് തേടിയപ്പോൾ അമേരിക്ക ഇതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെ തുടർന്ന് പാകിസ്ഥാന് ഭയങ്കര ദേഷ്യം അമേരിക്ക എടുത്ത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ ഓപ്പണായിട്ട് വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ്. ആസിം മുനീറൊക്കെ കമന്ന് കിടന്ന് കരച്ചിലാണെന്നാണ് കേൾക്കുന്നത്. ശരിക്കും അമേരിക്ക BLAക്കെതിരെ ഒരു രീതിയിലുള്ള നടപടികൾക്കും വരുന്നില്ല എന്ന് കേട്ടിട്ട്. പിന്നെ ഷഹബാസ് ഷെരീഫ് പണ്ടേ അയാൾ അങ്ങനെയാണ്. ഷഹബാസ് ഷെരീഫിനെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഈജിപ്തിലെ ഷർമൽ ഷേഖിൽ വെച്ചിട്ട് ട്രംപിനെ പുകഴ്ത്തി സംസാരിച്ച ആ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഷഹബാസ് ഷെരീഫിനെ ഞാനൊന്നും പറയുന്നില്ല. കാരണം ട്രംപ് വലിയ മഹാനാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഇനിയിപ്പം ട്രംപ് അവരെ അനുനയിപ്പിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതാണ് സാഹചര്യം. സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ഈ കമ്പനി 30,000 കോടി മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാണ്. പുഷ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ ഈ എയറോസ്പേസ് ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ വിദഗ്ധരാണ്. ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇവർ 30,000 കോടി മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. യൂറോപ്പ് കൂടുതലായിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കാനുള്ള ധാരണയായിട്ടുണ്ട്.
അപ്പോൾ ആ രീതിക്ക് ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപാട് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പം ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വരുന്നുണ്ട്. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ആവശ്യങ്ങൾ. കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അവർ സെൽഫായിട്ട് തന്നെ അവരവരുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇച്ചിരി കരുതണം എന്നുള്ള താല്പര്യം അവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ നിലപാട് ഇതൊക്കെ തന്നെയാണ് അവരെ കൊണ്ട് ഈ രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. ആ മുന്നൊരുക്കത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ യൂറോപ്പിൻ്റെ വലിയൊരു മാർക്കറ്റ് കണ്ടുകൊണ്ടാണ് ഈ ഹൈദരാബാദ് ബേസ്ഡ് സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ കമ്പനി 30,000 കോടി പുഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കാനഡ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാനഡയിൽ 2 എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന്, ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ക്രിമിനലുകളെ തപ്പിപ്പിടിക്കാനും അവർക്കെതിരെ പൂർണ്ണമായിട്ടുള്ള ഫ്രീഡത്തോടു കൂടി ഇന്ത്യക്ക് നടപടിയെടുക്കാൻ പറ്റുന്ന തരത്തിലൊരു എഗ്രിമെന്റും, അതുപോലെ തന്നെ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇന്റലിജൻസ് വിഭാഗത്തിൽ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണാപത്രവും ഒപ്പുവെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ BNP പാർട്ടിയുടെ നേതാവായിട്ടുള്ള താരിഖ് റഹ്മാൻ, മുൻ BNP പാർട്ടി നേതാവായിട്ടുള്ള കാളിദാസിയയുടെ മകനായിട്ടുള്ള താരിഖ് റഹ്മാൻ, ഇയാളുടെ പേരിൽ പല കേസുകളുണ്ട്, പല ഫൈനാൻഷ്യൽ ഫ്രോഡ് കേസുകളൊക്കെ അയാളുടെ പേരിലുണ്ട്. അതൊക്കെ വേറെ കാര്യം. എന്തായാലും ഇപ്പോൾ നിലവിൽ വേറെ ബംഗ്ലാദേശിൽ നേതാക്കളില്ല. ഇപ്പോൾ ഇയാളാണ് ഈ BNP പാർട്ടിയുടെ നേതാവ്. അപ്പോൾ ഈ കുടുംബ പശ്ചാത്തലത്തിലൂടെ നേതാവാകുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ബാലൻസിങ് ആക്ട്, അതാണ് പുള്ളിക്കാരൻ്റെ ഒരു മുഖമുദ്ര. ഇന്ത്യയുമായിട്ടൊരു ബാലൻസിങ് ആക്ടിൽ മുന്നോട്ട് പോകണം. കാരണം ഇന്ത്യ നമ്മൾ അടുത്ത് കിടക്കുന്ന വലിയൊരു രാജ്യമാണ്, ഏഷ്യയിലെ ഒരു 2ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്, ഗ്ലോബൽ GDP-യിൽ വൻ വളർച്ചയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടൊരു ബാലൻസിങ് ആക്ട് വേണം എന്നതാണ് പുള്ളിയുടെ നിലപാട്. അപ്പം BNP പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ ഷേഖ് ഹസീനയ്ക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യത്തിന് വഴിയൊരുങ്ങും. അങ്ങനെ ഒരു വാഗ്ദാനം കൂടി ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇയാൾ ആ വിഷയം കൂടി പറയുന്നുണ്ട്. ഈ ഇലക്ഷനിൽ ഈ താരിഖ് റഹ്മാൻ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയം ശരിക്കും ഷേഖ് ഹസീനയ്ക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറിത്തീരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വോട്ട് കൃത്യമായിട്ട് ഇയാൾക്ക് കിട്ടി ഇയാൾ വിജയിക്കണം. ഇയാൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഷേഖ് ഹസീനയ്ക്കും കൂടി കിട്ടുന്ന ഒരു വിജയമായിട്ടാണ് കരുതപ്പെടുന്നത്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞ 300-ൽ 179 സീറ്റിൽ മത്സരിക്കാൻ പോകുന്ന ജമാഅത്ത് ഇസ്ലാമി വിജയിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും, ഉറപ്പാണ്. ഇന്ത്യക്ക് 100% പണി കിട്ടും. ഈ താരിഖ് റഹ്മാൻ വിജയിച്ചാൽ തന്നെയും ഒരു പരിധിവരെ നമുക്ക് ബാലൻസിങ് ആക്ടാണ്, വലിയ രീതിയിൽ ബംഗ്ലാദേശിനെ മാനേജ് ചെയ്ത് നിർത്താനൊന്നും പറ്റത്തില്ല. കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട ഈ തീവ്രവാദികളെ മൊത്തം തുറന്നു വിട്ടിരിക്കുകയാണ്. അതിൽ ആ റഹ്മാൻ, ഈ റഹ്മാൻ, റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് കുറേ റഹ്മാന്മാരുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ പുറത്താണ്. 100 കണക്കിന് ഈ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികൾ മൊത്തം പുറത്താണ്. ആ സംഘടനയ്ക്കുള്ള നിരോധനവും ആ രാജ്യത്തിൽ ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ താൽക്കാലിക ഭരണകൂടം ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം കൂടി ഇന്ത്യ സഹിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഇന്ത്യ മെജോറിറ്റി ഏരിയാസ് എല്ലാം തന്നെ ഫെൻസിങ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും പോരാ. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ബംഗ്ലാദേശുമായിട്ട് ഫെൻസിങ് ഇട്ട് കവർ ചെയ്യേണ്ട ഒരുപാട് ഏരിയ ഉണ്ട്. ഈ കിലോമീറ്റർ കണക്കിലുള്ള ഏരിയ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അവർക്ക് ഏത് നേരത്തെ വേണമെങ്കിലും ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് ചായ കുടിച്ചിട്ട് മടങ്ങാം. അതാണ് അവസ്ഥ. അമേരിക്ക സോഫ്റ്റ് ആൻഡ് സ്റ്റാൻഡ്സ് വിത്ത് ഇന്ത്യ, അത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട താൽക്കാലിക ആ ഒരു ട്രേഡ് എഗ്രിമെന്റിൽ ഒരു സോഫ്റ്റ്നെസ് കാണിച്ചിട്ടുണ്ട്. 500 ബില്യൺ വർത്ത് വരുന്ന സാധനങ്ങൾ ഇന്ത്യ നിർബന്ധപൂർവ്വം അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കേണ്ടതില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അതിന്റെ പുറകിൽ ഇന്ത്യയുടെ സമ്മർദ്ദമുണ്ട്, ഇല്ലാന്നില്ല. അമേരിക്കയിൽ നിന്നും റിവൈസ്ഡ് ഫാക്ട് ഷീറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് ഈ $500 ബില്യൺ വർത്ത് വരുന്ന പ്രോഡക്റ്റ് ഇന്ത്യ നിർബന്ധമായിട്ട് വാങ്ങിക്കണം എന്നില്ല. അത് ജസ്റ്റ് ഒരു ഇന്റന്റ് മാത്രമാണ്. അതുപോലെ തന്നെ ധാന്യങ്ങളും ഇന്ത്യ ഇറക്കുമതി ചെയ്യേണ്ടതില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 2 വിഷയങ്ങളും റദ്ദാക്കിക്കൊണ്ടുള്ള പുതിയ ഫാക്ട് ഷീറ്റ് അമേരിക്ക പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.